അക്വേറിയത്തിൽ വെക്കുന്ന ഇതുപോലുള്ള മരക്കഷ്ണമാണ് ഡ്രിഫ്റ്റ് വുഡ്. എന്നാൽ ഇത് ഡ്രിഫ്റ്റ് വുഡ് അല്ല. എന്നാൽ പിന്നെ എന്താണ് ഡ്രിഫ്റ്റ് വുഡ്? എങ്ങനെയാണ് അത് സംസ്കരിച്ചെടുത്ത് അക്വേറിയത്തിൽ യൂസ് ചെയ്യേണ്ടത്? എന്തൊക്കെ മെയിൻ്റനൻസ് ആണ് ഡ്രിഫ്റ്റ് വുഡ് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? എന്താണ് ഡ്രിഫ്റ്റ് വുഡ്? വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന ഇതുപോലുള്ള വേരുകളായതുകൊണ്ടാണോ ഇതിനെ ഡ്രിഫ്റ്റ് വുഡ് എന്ന് വിളിക്കുന്നത്? തീർച്ചയായും അല്ല. ഡ്രിഫ്റ്റ് വുഡ് എന്നാൽ വുഡ് വിച്ച് ഹാസ് ബീൻ ഡ്രിഫ്റ്റഡ് ബൈ ദ റിവർ, അതായത് നദിയാൽ ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നദിയിൽ ഒരുപാട് കാലം കിടന്ന മരക്കഷ്ണങ്ങളെയാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് വിളിക്കുന്നത്. ഈ മരക്കഷ്ണം കുറെ കാലം നദിയിൽ കിടക്കുമ്പോൾ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുകയും അതുമൂലം ഇതിന്റെ ഭാരം കൂടുകയും വെള്ളത്തിൽ താഴ്ന്നു കിടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒഴുക്കുള്ള വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് ഈ മരക്കഷ്ണത്തിന്റെ കറയെല്ലാം ഒഴുകി പോയിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്രധാനമായും ഡ്രിഫ്റ്റ് വുഡ് രണ്ട് സ്രോതസ്സുകളിൽ നിന്നും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ അക്വേറിയം ഷോപ്പുകളിൽ നിന്നും പണം കൊടുത്തു വാങ്ങാം. രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നദികളിൽ നിന്നും കളക്ട് ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നദികളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതായതുകൊണ്ടും ഈ നദികളിൽ നിന്നും ഇത്തരത്തിൽ മരക്കഷ്ണങ്ങളോ മറ്റോ കളക്ട് ചെയ്യുന്നത് ഇല്ലീഗൽ ആയതുകൊണ്ടും നമുക്ക് അക്വേറിയം ഷോപ്പുകളിൽ നിന്നും പണം കൊടുത്തു വാങ്ങുക എന്ന ഒറ്റ വഴി മാത്രമേ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ നദികളിൽ നിന്നും ഇവ കളക്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ വിയറ്റ്നാം, തായ്ലൻഡ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രിഫ്റ്റ് വുഡ് ഇന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡ്രിഫ്റ്റ് വുഡ് എന്ന പേരിൽ ഇമ്പോർട്ട് ചെയ്ത് ഞാൻ അടക്കമുള്ള എല്ലാ അക്വേറിയം ഷോപ്പ് കീപ്പേഴ്സും വിൽക്കുന്നത് ഡ്രിഫ്റ്റ് വുഡ് അല്ല, മറിച്ച് വെറും മരക്കമ്പുകളോ വേരുകളോ ആണ്. അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഡ്രിഫ്റ്റ് വുഡ് എന്നാൽ ഒരുപാട് കാലം നദിയിൽ കിടന്ന് ഭാരം വർദ്ധിച്ച് കറ പോയ മരക്കഷ്ണങ്ങളാണ്. എന്നാൽ ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഡ്രിഫ്റ്റ് വുഡുകൾ ഒരുപാട് കാലം നദിയിൽ കിടന്ന് കറ പോയവ അല്ല. അവ വെട്ടിയും മാന്തിയും എടുത്ത് നല്ല പോലെ ഉണക്കി കയറ്റിവിടുന്നവയാണ്. തൽക്കാലം ഡ്രിഫ്റ്റ് വുഡിന്റെ ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത ഈ ഡ്രിഫ്റ്റ് വുഡിനെ ആശ്രയിക്കുകയല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇന്ന് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഡ്രിഫ്റ്റ് വുഡിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും പറഞ്ഞു തരാം. യഥാർത്ഥ ഡ്രിഫ്റ്റ് വുഡിന് ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാന ഗുണങ്ങൾ ഇതിനില്ല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഒന്ന്, ഇതിന് ഭാരം കുറവാണ്, അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ടാൽ പൊന്തിക്കെടുക്കും. രണ്ട്, ഇത് വെള്ളത്തിലിട്ടാൽ ഇതിന്റെ കറ അഥവാ സ്റ്റെയിൻ ഇളകിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ രണ്ട് ഇഷ്യൂസും പരിഹരിക്കാവുന്നതാണ്. നമ്മുടെ അക്വേറിയത്തിൽ പൊന്തിക്കിടക്കുന്ന ഭാരമില്ലാത്ത ഒരു വസ്തു താന്നു കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാരമുള്ള എന്തെങ്കിലും വെച്ച് കെട്ടിവെക്കണം, അല്ലേ? നമുക്ക് ഈ അക്വേറിയം സ്കേപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കല്ലുകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഡ്രിഫ്റ്റ് വുഡിൽ കെട്ടിവെച്ചുകൊണ്ട് അതിനെ താഴ്ത്തി വയ്ക്കാം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡ്രിഫ്റ്റ് വുഡ് ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയി ചെയ്ത് അതിൽ കാണിച്ചു തരാം. രണ്ടാമത്തെ ഇഷ്യൂ നമ്മളെ മടുപ്പിക്കുന്നതാണ്. ഈ വുഡിൻ്റെ കറ ഇളകുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളം ബ്രൗൺ കളറായി മാറുകയും ചെയ്യും. ഇതെങ്ങനെ പരിഹരിക്കാം? ഇത് ഈസി ആയി പരിഹരിക്കണമെങ്കിൽ കുറച്ച് പണം ചിലവാക്കേണ്ടതായിട്ട് വരും. അതായത് നല്ല ഒരു കാനിസ്റ്റർ ഫിൽറ്റർ വെച്ചാൽ ഈ ഫിൽട്രേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ കാനിസ്റ്റർ ഫിൽറ്ററിനുള്ളിലെ സ്പോഞ്ച് ഈ സ്റ്റെയിൻ മുഴുവൻ പിടിച്ചെടുക്കുകയും ഈ കറ ഇളകുന്ന പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം. ഇനി ചിലവ് കുറഞ്ഞ മാർഗത്തിൽ എങ്ങനെ ഇത് പരിഹരിക്കണം എന്ന് ചോദിച്ചാൽ അടുത്ത 6-8 മാസത്തേക്ക് ആഴ്ചയിൽ 2 തവണ എന്ന കണക്കിൽ അക്വേറിയത്തിലെ വെള്ളം 50% വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ശാസ്ത്രീയമായ സംസ്കരണത്തിലൂടെ കറ കളഞ്ഞെടുത്തുകൂടെ എന്നുള്ള ഡൗട്ട് പലർക്കും തോന്നാം. നമുക്ക് അതിലേക്ക് കടക്കാം. ഡ്രിഫ്റ്റ് വുഡ് ഒരു വലിയ പാത്രത്തിലിട്ട് തിളപ്പിക്കുന്നതിനെയാണ് ഡ്രിഫ്റ്റ് വുഡിന്റെ സംസ്കരണം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് വുഡിലാണ്. അതായത് ഒരുപാട് കാലം പുഴയിൽ കിടന്ന ഡ്രിഫ്റ്റ് വുഡിലാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. പുഴയിൽ നിന്നും മറ്റും കളക്ട് ചെയ്യുന്ന ഡ്രിഫ്റ്റ് വുഡിൽ ഒരുപാട് തരത്തിൽപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഇതിൽ വേണ്ടതും വേണ്ടാത്തതും ഉണ്ടായിരിക്കും. ഇവ നമ്മുടെ അക്വേറിയത്തിലെ സസ്യങ്ങൾക്കോ മത്സ്യങ്ങൾക്കോ ദോഷകരമായേക്കാം. എന്നതുകൊണ്ട് ഈ മൈക്രോ ഓർഗാനിസംസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുഴയിൽ നിന്നും മറ്റും കളക്ട് ചെയ്യുന്ന യഥാർത്ഥ ഡ്രിഫ്റ്റ് വുഡ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് സംസ്കരിക്കുന്നത്. വിപണിയിൽ ലഭ്യമായ ഡ്രിഫ്റ്റ് വുഡ് ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ കറയുടെ ഒരു ഭാഗം പാത്രത്തിൽ പറ്റിച്ചേരും എന്നല്ലാതെ അതിൻ്റെ സ്റ്റെയിൻ മുഴുവനായി ഇളകിപ്പോകില്ല. ഇനി വിപണിയിൽ നിന്നും വാങ്ങുന്ന ഈ മരക്കഷ്ണങ്ങളിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകില്ലേ? ഇവ സംസ്കരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഈ മരക്കഷ്ണങ്ങൾ വെള്ളത്തിനടിയിൽ നിന്നിരുന്നവയല്ല, ഇവ കരയിൽ നിന്നിരുന്നവയാണ്. ഇനി എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഹാംഫുൾ ആയത് ഇതിൽ ഉണ്ടെങ്കിൽ അവ വെള്ളത്തിനടിയിൽ നമ്മുടെ അക്വേറിയത്തിൽ താഴ്ത്തി വെക്കുമ്പോൾ നശിച്ചു പൊക്കോളും.
ഇത്തരം ഡ്രിഫ്റ്റ് വുഡുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് വൈറ്റ് ഫംഗസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഡ്രിഫ്റ്റ് വുഡ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം ഈ ഡ്രിഫ്റ്റ് വുഡിനെ പൊതിഞ്ഞ് വെളുത്ത നിറത്തിലുള്ള ഒരു ഫംഗസ് ഫോം ആകും. പുതുതായി ഇത്തരം ഡ്രിഫ്റ്റ് വുഡ് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോഴാണ് ഈ ഇഷ്യൂ കാണപ്പെടുന്നത്. ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഈ വൈറ്റ് ഫംഗസ് ഉള്ള ഭാഗത്ത് ചെറുതായി ബ്രഷ് ചെയ്ത് കൊടുത്താൽ അത് പോയിക്കോളും. 1-2 തവണ ആവർത്തിച്ചു വരുന്ന ഈ വൈറ്റ് ഫംഗസിനെ തുടർച്ചയായ ബ്രഷിങ്ങിലൂടെ നമുക്ക് നശിപ്പിച്ച് കളയാം. ഇത് ഡ്രിഫ്റ്റ് വുഡ് അല്ലെങ്കിലും ഞാൻ അടക്കമുള്ളവർ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അക്വേറിയങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇത് അക്വേറിയത്തിൽ വെക്കുന്നത് കൊണ്ട് മത്സ്യങ്ങൾക്കോ അല്ലെങ്കിൽ അക്വേറിയത്തിലെ മറ്റു ജീവജാലങ്ങൾക്കോ യാതൊരു പ്രശ്നങ്ങളുമില്ല. ശരിയായിട്ടുള്ള ഡ്രിഫ്റ്റ് വുഡ് എന്താണെന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ മരക്കഷ്ണങ്ങൾ എങ്ങനെയാണെന്നും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡ്രിഫ്റ്റ് വുഡ് എങ്ങനെയാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയോടുകൂടി വീണ്ടും കാണാം. അതുവരെ ബൈ. Audio Jungle.